നമസ്കാരം. എൻ്റെ പേര് സരിത സുനിൽ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിൻ്റെ പ്രചാരണ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തകാസ്വാദന മത്സരത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന പുസ്തകം ശ്രീ OS പ്രിയദർശനൻ എഴുതിയ അഖേദ എന്ന ആഖ്യായികയാണ്. ഇതിഹാസത്തിൻ്റെ പണി ബീജങ്ങൾ പാകുക മാത്രമാണ്. അവയിൽ നിന്ന് വൃക്ഷങ്ങൾ വളർത്തിയെടുക്കുക ഭാവനയുള്ള കർഷകരുടെ ധർമ്മവും. ഈ വാക്യങ്ങൾ മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലിസ്റ്റായ ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും എന്ന നോവലിൽ നിന്നുള്ളതാണ്. അതെ, ഇതിഹാസങ്ങൾ തുറന്നു വയ്ക്കുന്നത് വലിയ അവസരങ്ങളാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ, 2ാം ഊഴം തുടങ്ങിയ ഔന്നത്യമുള്ള കൃതികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അഖേദ എന്ന നോവൽ മഹാഭാരതം വനപർവ്വത്തിലെ നളോപാഖ്യാനത്തിലെ നായികാ കഥാപാത്രമായ ദമയന്തിയെ പുതുകാല ദർശന കോണിലൂടെ ശക്തവും വ്യക്തവുമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ്. ദമയന്തിയുടെ ബാല്യത്തിൽ ആരംഭിച്ച് തുടർന്നു വരുന്ന 20ഓളം വർഷങ്ങളിൽ അവർ നേരിട്ട സ്തോഭകരവും ആശ്ചര്യകരവുമായ ജീവിതത്തെ ഏറ്റവും സംവേദനക്ഷമമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിലെ നായിക അച്ഛൻ രൂപപ്പെടുത്തിയ മകളാണ്. രാജ്യസഭയിലെ പ്രമുഖർക്കൊപ്പം തൻ്റെ മകൾക്കും ഇരിപ്പിടം നൽകി അവളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകിയ പിതാവ്. ഭാവി ജീവിതത്തെ ദൃഢതയോടെയും അവഗാഹത്തോടെയും നേരിടാൻ മകളെ ശക്തിയുള്ളവളാക്കുകയെന്ന വലിയ ലക്ഷ്യം ആ അച്ഛനുണ്ടായിരുന്നു. നമ്മുടെ പെൺമക്കളെ എങ്ങനെയാണ് മുൻനടത്തത്തിന് ഊർജമുള്ളവരാക്കുക എന്ന പാഠം ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് പെൺമക്കളിൽ സൃഷ്ടിക്കാനാകാത്തതിൻ്റെ ദുരന്തം വർത്തമാനകാലത്ത് നമ്മൾ കാണുന്നുമുണ്ട്. അഖേദയിലെ ഭൈമിക്കൊപ്പം കേശിനി എന്ന കൂട്ടുകാരിയും ആരോമി എന്ന പെൺകുതിരയും സജീവമാണ്. സൗഹൃദത്തിൻ്റെ ഉത്തുംഗഭാവം ജ്വലിപ്പിച്ച് ആ കഥാപാത്രങ്ങൾ നോവലിനെ കൂടുതൽ വശ്യമാക്കുന്നു. എന്നോ എങ്ങനെയോ തൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ പ്രണയനായകൻ, അതിനെ താലോലിച്ച് നടന്ന പെൺകിടാവ് സ്വയംവര തലേന്ന് തൻ്റെ അന്തഃപുരത്തിൽ വന്ന് നീ വേറെ ആരെയെങ്കിലും വിവാഹം കഴിക്കണമെന്ന് പറയുന്ന കാമുകനോട് ഞാൻ ഒരാളെ മനസ്സിൽ വരച്ചു കഴിഞ്ഞു, ഇനി വേറൊരു ചിന്തയില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറയുന്ന ഭൈമി എത്രമാത്രം ശക്തയായ പെണ്ണാണ്. പ്രണയത്തിന് മധുരമുള്ള തേയുടെ സ്വാദാണെന്ന് അവൾ പറയുന്നുണ്ട്. വിവാഹാനന്തരം ഭർതൃരാജ്യത്തേക്ക് പോകുന്ന ഭൈമി അവിടുത്തെ ഭരണ സംവിധാനത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഇരട്ട സന്താനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ഭൈമിയിലെ രാഷ്ട്രവിജ്ഞാനത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ്. നിഷധരാജ്യ രാജാവായ തൻ്റെ ഭർത്താവിൻ്റെ ചെയ്തികളിലെ വീഴ്ചകളെ യഥാസമയം ബോധ്യപ്പെടുത്താൻ അവൾ ശ്രമിക്കുന്നു. ഒരു സ്ത്രീ രാജ്യകാര്യങ്ങളിൽ എത്രമാത്രം നിപുണയാണെന്നും അവളുടെ മുന്നറിയിപ്പുകൾ എത്രത്തോളം ശരിയാണെന്നും നമ്മൾ അത്ഭുതത്തോടെ കാണുകയാണ്. ചൂതുകളിയിലൂടെ രാജാധികാരം നഷ്ടപ്പെട്ട നായകനൊപ്പം വനഗമനം നടത്തുന്ന ഭൈമി അവിടെയും വളരെയധികം പ്രയോഗമതിയാണ്. സ്വബോധ ശോഷണം വന്ന നളൻ അർദ്ധരാത്രിയിൽ വനാന്തർഭാഗത്തേക്ക് ഭൈമിയെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന ഇടത്തുവെച്ച് അവൾ എടുത്തെറിയപ്പെടുന്നത് ദുരിത പെയ്ത്തിലേക്കാണ്. നോവലിൻ്റെ തുടർഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഏറ്റവും കരുത്തയായ സ്ത്രീയെയാണ്. തൻ്റെ ഭർത്താവിനെ തിരികെ എത്തിക്കാൻ അവൾ നടത്തുന്ന അശ്രാന്ത പരിശ്രമം, തനിക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളും അനുസാരികളും പ്രയോഗിച്ച് അവൾ നടത്തുന്ന അത്യധ്വാനം, തൻ്റെ മുന്നിൽ വന്നു ചേരുന്ന തൻ്റെ പുരുഷൻ തന്നെ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ പോലും അവൾ ദുഃഖിക്കുന്നില്ല. ഉയരടക്കം അവൻ്റെ ഉടൽ എൻ്റെ മുന്നിൽ എത്തിക്കുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഞാൻ സാധ്യമാക്കിയിരിക്കുന്നു. അതെ, ഇതിലെ നായിക അഖേദയാണ്. അഖേദയിലെ ഭാഷ അതിമനോഹരമാണ്. ബിംബകൽപ്പനകൾ വശ്യവും. കാവ്യഭാഷയോട് ചേർന്ന് നിൽക്കുന്ന രചന നമ്മുടെ ഭാഷയുടെ കമനീയത വെളിപ്പെടുത്തുന്നു. നോവലിൽ പയോഷ്ണി നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ എത്രമാത്രം പാരിസ്ഥിതികമാണ്. വലിയ കെട്ടിടങ്ങളോ ഖജനാവിൽ കുമിഞ്ഞുകൂടുന്ന ധനമോ നിർമ്മിക്കപ്പെടുന്ന സ്മാരകങ്ങളോ രാജ്യത്തെ ക്ഷേമമാക്കുകയില്ല എന്ന വലിയ ആശയം അഖേദ മുന്നോട്ട് വയ്ക്കുന്നു. മികച്ച ക്രാഫ്റ്റിൽ ഒരു നോവൽ എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് കൃത്യമായി കാണിച്ചു തരുന്നു അഖേദ. നമ്മുടെ മക്കൾ, വിശിഷ്യ പെൺമക്കൾ, ഉറപ്പായും വായിക്കേണ്ടുന്ന പുസ്തകമാണ് അഖേദ. നന്ദി.